ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ കൃത്യമായ സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് തന്നെയാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പണം വരുന്ന വഴികളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ 5 വ്യത്യസ്തമായ രീതികളിലൂടെ സ്വയം സമ്പാദിക്കാനായിട്ട് സാധിക്കും. ആ രീതികളെ കുറിച്ച് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അവസാനം വരെ കാണുക. വളരെ വാലിഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്ന് വിശദീകരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വഴിത്തിരിവായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലെറ്റ്സ് മൂവ് ടു ദ പോയിന്റ്. ഇന്ന് നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻകം വരുന്ന വഴികളെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? അതായത് ഒരാളുടെ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം ഒന്ന്, അയാളുടെ അറിവ്. ആ അറിവ് അയാൾ എത്ര സമയം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു സമവാക്യം ഉണ്ടാവുകയാണെങ്കിൽ ടൈം ഇൻടു നോളജ് ഇസ് ഈക്വൽ ടു ഇൻകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് അറിവാണ് എനിക്കുള്ളത് എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് മാർക്കറ്റിൽ എൻ്റെ അറിവിന് എന്ത് വാല്യൂ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എൻ്റെ ഇൻകം. ഒരു ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഇൻകം ആയിരിക്കില്ല ഒരു ഡോക്ടർക്ക് കിട്ടുന്നത്. ഡോക്ടർ തന്നെ ഒരു ഹാർട്ട് സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് കിട്ടുന്ന ഒരു വരുമാനമായിരിക്കില്ല മേ ബി ഒരു ഫിസിഷ്യന് കിട്ടുന്ന വരുമാനം. അപ്പോൾ ഇതിന്റെ അർത്ഥം വിശദമായ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാണ് കൂടുതൽ വരുമാനം വരുന്നത്. ഇനി രണ്ടാമത്തെ ഘടകം എത്ര സമയം ആ നോളജ് അയാൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മേ ബി ഒരാള് 8 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളവും അത് തന്നെ അയാൾ 15 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളവും കൂടുതലുണ്ട്. അപ്പൊ അറിവ് സെയിം തന്നെയാണ്. അയാൾ കൂടുതൽ സമയം ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് വരുമാനം കൂടുതൽ കിട്ടുന്നു. അപ്പോൾ ഒരാളുടെ അറിവിന് എത്ര സമയം അയാൾ മറ്റുള്ളവർക്കായി വിൽക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരാളുടെ വരുമാനം. ഈ വരുമാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് ഇൻകം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ആക്റ്റീവ് ഇൻകം എല്ലാവർക്കും അവനവന്റെ കഴിവനുസരിച്ച് സമയം മാർക്കറ്റിൽ കൊടുത്താൽ അല്ലെങ്കിൽ സമയം ഉപയോഗിച്ചാൽ അയാൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് നമ്മൾ വിളിക്കുന്നു. 2 തരത്തിലുള്ള ആളുകളാണ് ആക്റ്റീവ് ഇൻകം വാങ്ങുന്നത്. ഒന്ന് എംപ്ലോയി കാറ്റഗറിയിലുള്ളത്, അയാൾക്ക് സാലറി കിട്ടുന്നത്. എന്താണ് സാലറീഡ് പീപ്പിളിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ആക്റ്റീവ് ഇൻകം ഏൺ ചെയ്യുന്ന ആളുകൾ എന്നാണ്. രണ്ടാമത്തെ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയീസ് ആയിട്ടുള്ള ഒരാളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആയിക്കോട്ടെ, ലോയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസുകൾ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ അവരുടെ സ്കില്ല് ഉപയോഗിക്കുന്നു. അവർക്കുള്ള ആ നോളജാണ് അവർ ഉപയോഗിക്കുന്നത്. അവർ സാലറീഡ് അല്ല, അവർ സെൽഫ് എംപ്ലോയി ആയിട്ടാണ് നിൽക്കുന്നത്. അവരവരുടെ സമയം തീരുമാനിക്കുന്നു. പോകേണ്ട സമയം, വരേണ്ട സമയം, റെസ്റ്റ് എടുക്കേണ്ട സമയം എല്ലാം അവർ സ്വയം തീരുമാനിക്കുന്നു. അയാളുടെ അറിവിനെ അവർ വിൽക്കുന്നു. നമുക്കറിയാം ഇവർക്ക് എല്ലാവർക്കും തന്നെ മണിക്കൂറുകൾക്കാണ് കാശ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കും അതേപോലെ തന്നെ അവരുടെ സ്കില്ല് അവർ വിറ്റ് അവർ വരുമാനം നേടുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് ഇൻകം എന്നുള്ളത്. ഈ ആക്റ്റീവ് ഇൻകം നേടുന്നതിനും ഓൺലൈനിൽ വളരെ അധികം സാധ്യതകളുണ്ട്. എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് പാസീവ് ഇൻകം ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിന് റോയൽറ്റി ഇൻകം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നേരത്തെ അറിവും അതുപോലെ തന്നെ സമയവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വരുമാനമായിരുന്നു ആക്റ്റീവ് ഇൻകം എങ്കിൽ ഇവിടെ പാസീവ് ഇൻകം വരുന്നത് നമ്മുടെ സ്കിൽ അല്ലെങ്കിൽ വാല്യൂസ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ ജോലി ചെയ്തതിന് പിന്നീട് തുടർച്ചയായി വരുമാനം ലഭിക്കുന്നതിനെയാണ് നമ്മൾ റോയൽറ്റി എന്ന് പറയുക, റോയൽറ്റി ഇൻകം എന്ന് പറയുക, അല്ലെങ്കിൽ പാസീവ് ഇൻകം എന്ന് പറയുക. ഉദാഹരണത്തിന് ഒരാൾ ഒരു ബുക്ക് എഴുതുന്നു, ആ ബുക്ക് പബ്ലിഷ് ആകുന്നു, അത് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുന്നു, ആളുകൾ തുടർച്ചയായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം പുസ്തകം വാങ്ങിക്കുമ്പോഴും ഇതിന്റെ ഗ്രന്ഥകർത്താവിന് ഒരു റോയൽറ്റി ഇൻകം പബ്ലിഷർ കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ കാലശേഷവും അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻകത്തെ നമ്മൾ വിളിക്കുന്നതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മ്യൂസീഷ്യൻ പാട്ടുണ്ടാക്കുന്നു, മേ ബി പാട്ട് എഴുതുന്നു, അല്ലെങ്കിൽ പാട്ട് കമ്പോസ് ചെയ്യുന്നു, ആ പാട്ട് മാർക്കറ്റിൽ വിൽക്കുന്നു, കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതിനെല്ലാം ഒരു റോയൽറ്റി ഉണ്ട്, ആ റോയൽറ്റി കിട്ടുന്നു. സിനിമ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓൺലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബ്ലോഗ് എഴുതുന്നു, ഇതുപോലെ യൂട്യൂബ് പോലെയുള്ള ചാനലിലൂടെ ഒരാൾ പ്രോഗ്രാമുകൾ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, യൂട്യൂബിൽ എല്ലാവർക്കും പൈസ കിട്ടുന്നില്ല. പൈസ കിട്ടുന്നത് മോണിറ്റൈസ് ചെയ്തിട്ടുള്ള ചാനലുകൾക്ക് മാത്രമാണ്. ഒരിക്കൽ ചെയ്ത ഒരു പ്രവൃത്തിയുടെ തുടർന്നാണ് അവർക്ക് ആ ഒരു വരുമാനം കിട്ടുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ഒരാൾ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഒരു കരിയറിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ വരുമാനം ജസ്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു, വരുമാനം കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് എൻ്റെ പാസീവ് ഇൻകം എനിക്ക് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഏർലി പെൻഷൻ ഒരു പാസീവ് ഇൻകമാണ്. അതായത് ഡിഫൻസിലെല്ലാം ജോലി ചെയ്ത് വരുന്ന ഒരാൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്, അല്ലാതെയും പല സെക്ടറിലുള്ള ആളുകൾക്ക് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ
പെൻഷൻ കിട്ടുന്നത്. പക്ഷേ ഡിഫൻസ് പെൻഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ യങ് ഏജിൽ അത് പെൻഷൻ മേടിക്കാൻ പറ്റും. ഞാനൊരു 35-ാമത്തെ വയസ്സ് മുതൽ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ ജോലി ചെയ്തതിന് സർക്കാർ എനിക്ക് ഇപ്പോൾ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ യൗവനം അല്ലെങ്കിൽ യുവത്വം ഞാൻ ദേശത്തിന് വേണ്ടി കാഴ്ചവെച്ചു. അപ്പോൾ അതിനെ ദേശം അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, എനിക്ക് ഒരു തുടർ വരുമാനം നൽകുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു പാസീവ് ഇൻകത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ്. വാർദ്ധക്യകാലത്തിൽ പെൻഷൻ കിട്ടുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഏർലി പെൻഷൻ നമുക്ക് കിട്ടാനായിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലുള്ള ജോലികൾ, ചെറിയ ബിസിനസ്സുകൾ, പാർട്ട് ടൈം വർക്കുകളിലൂടെയൊക്കെ നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുക. ഈ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻകം സ്രോതസ്സിന്റെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നു. മൂന്നാമത്തെ കാര്യമാണ് ലിവറേജ് ഇൻകം എന്ന് പറയുന്നത്. ആക്റ്റീവ് ഇൻകം പറഞ്ഞു, പാസീവ് ഇൻകം പറഞ്ഞു, ഇനിയുള്ളത് ലിവറേജ് ഇൻകമാണ്. നേരത്തെ ഞാൻ എൻ്റെ അറിവും സമയവും കൊടുത്തു, ഞാൻ എൻ്റെ സ്കില്ല് കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ വാല്യൂസ് ഞാൻ കൊടുത്തുകൊണ്ടാണ് ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും ഞാൻ ഉണ്ടാക്കിയതെങ്കിൽ, ലിവറേജ് ഇൻകം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആശയങ്ങളെയാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ലീഡർഷിപ്പിനെ കൊടുക്കുന്നു. എൻ്റെ ആശയവും ലീഡർഷിപ്പും എൻ്റെ ഇനീഷ്യേറ്റീവും ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു കമ്പനി നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നു. എന്നാൽ ആ ബിസിനസ്സിൽ ജോലി ചെയ്യുന്നത് ഞാനല്ല, വേറെ ആളുകളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ ജോലി ചെയ്യുന്നു, ദ പീപ്പിൾ വർക്ക് ഫോർ മീ, ആളുകളാണ് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വരുമാനത്തെ ഞാൻ എന്താ ചെയ്യുന്നത്? ലിവറേജ് ഇൻകമാണ്. ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്താൽ എനിക്ക് കൂടി പോയാൽ 15 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും. എന്നാൽ ഞാൻ 100 പേരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഞാൻ 8 മണിക്കൂർ വീതം ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ പോലും എനിക്ക് 800 മണിക്കൂർ ഒരു ദിവസം പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പോൾ എൻ്റെ ഇൻകം, ലിവറേജ് ഇൻകം എന്ന് പറയുന്നത് 800 അവേഴ്സിന്റെ ഇൻകമാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ എനിക്ക് 20 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂറാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഈ എൻ്റെ ഒരു ആശയം ഉപയോഗിച്ചതിന്റെ പേരിൽ, ഇനീഷ്യേറ്റീവ് എടുത്തതിന്റെ പേരിൽ, റിസ്ക് ഞാൻ എടുത്തതിന്റെ പേരിൽ എനിക്ക് എന്ത് ലഭിക്കുന്നു? എനിക്ക് ലിവറേജ് ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു വേറെ രീതിയിലുള്ള ഒരു പുതിയ സ്ട്രീമിൽ നിന്നും കൂടെ ഒരു വരുമാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തുടക്കത്തിൽ തന്നെ വലിയ ബിസിനസ് ചെയ്യുക എന്നുള്ളതല്ല, ചെറിയ ബിസിനസ്സുകൾ ചെയ്യുക, നല്ല ആശയങ്ങൾ കൊണ്ടുവരിക, അത് ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുക, മാർക്കറ്റിലെ എന്ത് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കും എൻ്റെ ബിസിനസ് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ നമ്പർ ലഭിക്കുന്നുണ്ടായിരിക്കും. ഇതിലെ ഡിസ്പ്ലേയിലും നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദ ലിവറേജ് ഇൻകം. അപ്പോൾ 3 ഇൻകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 4ാമത്തെ ഇൻകമാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം. മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. നേരത്തെ വ്യക്തികൾ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു, ഇനിയിപ്പോൾ എനിക്ക് പണം വർക്ക് ചെയ്യുന്നു. ഉദാഹരണത്തിന് എൻ്റെ പണം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മേ ബി എനിക്ക് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഭൂമി വാങ്ങിക്കാം. ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഭൂമിയുടെ വാല്യൂ ഇൻക്രീസ് ആവുന്നുണ്ടാവും, എനിക്ക് അത് വിൽക്കുമ്പോൾ കൂടുതൽ വരുമാനം കിട്ടും. അപ്പോൾ മണിയാണ് എനിക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്തത്. ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ FDയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പെൻഷൻ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തു, റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒട്ടനവധി ഇൻവെസ്റ്റ്മെന്റ് സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തുക. നമ്മളുടെ പണത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിലും റിസ്ക് ഫാക്ടറുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ വിദഗ്ധരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുക. തീർച്ചയായിട്ടും പരിചയമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അഡ്വൈസർ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു അഡ്വൈസറുടെ സഹായം എടുത്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. 5ാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം. ദാറ്റ് ഈസ് വാട്ട് ദ ബ്രാൻഡ് ഇൻകം. ചുരുക്കം ചിലർക്കെങ്കിലും ഇത് പുതിയൊരു അറിവായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ബ്രാൻഡ് ഇൻകം എന്താണ്? ബ്രാൻഡ് ഇൻകം നോക്കൂ. വിരാട് കോഹ്ലിയെ പോലെയുള്ളവര്, ധോണിയെ പോലെയുള്ളവര്, അല്ലെങ്കിൽ ഷാരൂഖ് ഖാനെ പോലെയുള്ളവര്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മറ്റ് ഫിലിം സ്റ്റാറുകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോളിവുഡിലാണെങ്കിലും ഹോളിവുഡിലാണെങ്കിലും മോളിവുഡിലൊക്കെ ആണെങ്കിലും ഉള്ള ആളുകൾ, അവർക്കെല്ലാം ചില താരമൂല്യങ്ങളുണ്ട്, ബ്രാൻഡ് ഇമേജസുകളുണ്ട്, സെലിബ്രിറ്റീസുകളുണ്ട്. ഇപ്പോൾ സ്പോർട്സിലാണെന്നുണ്ടെങ്കിലും കലയിലാണെന്നുണ്ടെങ്കിലും പൊളിറ്റിക്സ് മേഖലയിലാണെങ്കിലും എല്ലാവരെയും ചിലരെയെല്ലാം നമ്മൾ സെലിബ്രിറ്റീസുകളായിട്ടാണ് കണക്കൂട്ടുന്നത്. ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അവരൊരു പോസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുമ്പോൾ എല്ലാം അത് കാണുന്നവർ, വായിക്കുന്നവർ, അവരെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലായതിനാൽ ഈ പല കമ്പനികളും പരസ്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ പോലും ഒരുപക്ഷെ പലരും വരുമാനമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് സെലിബ്രിറ്റീസുകൾ പലരും ഇപ്പോഴും പുതിയ ആഡുകൾ ചെയ്യുന്നു, പുതിയ പോസ്റ്റുകൾ ഇടുന്നു, അവർക്കെല്ലാം ഒരുപാട് ഫോളോവേഴ്സ് വരുന്നു. അപ്പോൾ അതിലൂടെ
അവർക്ക് വലിയ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലേക്ക് ഒരു സെലിബ്രിറ്റിയായി വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യതയുണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻകം വരുന്ന സ്രോതസ്സുകളെ കുറിച്ച്, സ്ട്രീമുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. ഒരു ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നമ്മൾ അറിയിക്കുക. ഒരു അധിക വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ സഹായകരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഈ സബ്ജക്റ്റിൽ നിന്നും ഇടപെടുകയാണ്. വീണ്ടും ഒരു പുതിയ സബ്ജക്റ്റുമായി വരുന്നവരിക്കും ചെറിയ ഒരു ഇടവേള. വെറുതെ ഇരിക്കുവാനല്ല, നന്മ ചെയ്യുവാൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.